ഹായ് ഫ്രണ്ട്സ്, സ്റ്റീയാൻ ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് തടി കൊണ്ട് പണിതിരിക്കുന്ന ഒരു ടീപ്പോയ് ആണ്. എങ്ങനെയാണ് ഈ ടീപ്പോയ് ഉണ്ടാക്കിയത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ മകൾ ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ക്രാഫ്റ്റ് വർക്കുകളാണ്. എല്ലാം വിശദമായി തന്നെ പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. വർക്കുകൾ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ടീപ്പോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ഒറ്റ കാലിൽ നിൽക്കുന്ന ഒരു പ്രത്യേകതരം ടീപ്പോയാണ്. സാധാരണ നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന പല ടീപ്പോയ്കളും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഈ ടീപ്പോയ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടീപ്പോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കാലാണ് ഉണ്ടാക്കിയത്. അതിന് ഞാൻ ചെയ്തത് 10 ഇഞ്ച് പൊക്കത്തിലുള്ള 3/4 ഇഞ്ച് കനത്തിൽ ഉള്ള പലക പീസുകൾ എടുത്തുകൊണ്ട് സ്തൂപം പോലെ ഒരു ഷേപ്പ് ഞാൻ ഉണ്ടാക്കി. സ്തൂപം എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു രീതി ആണെങ്കിൽ ഓണത്തപ്പനെ കണ്ടിട്ടില്ലേ, അമ്മാതിരി ഒരു ഷേപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. 18 ഇഞ്ചാണ് ടീപ്പോയുടെ പൊക്കമായി ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ കാലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. ബാക്കി വരുന്ന 8 ഇഞ്ച് പൊക്കത്തിൽ ഒരു കാല് കൂടി ഇനി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ചെയ്തിരിക്കുന്നത് 3 ഇഞ്ച് സ്ക്വയറുള്ള ഒരു തടി എടുത്തിട്ട് അത് കടഞ്ഞ് ഒരു ഉരുളൻ കാല് പോലെ, അതും ഒരു സ്തൂപം ഷേപ്പായിട്ട് ഉള്ള ഉരുളൻ കാല് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ആ സ്ക്വയർ കാലിലേക്ക് രണ്ടാമതുണ്ടാക്കിയ ഈ ഉരുളൻ കാലും പിടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ടീപ്പോയുടെ കാല് റെഡിയായി. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ടോപ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ചെയ്തത് 24 ഇഞ്ച് റൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലൈവുഡ് ആണ് ആദ്യം സെലക്ട് ചെയ്തത്. അതിനുശേഷം ഈ പ്ലൈവുഡിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലും 1/2 ഇഞ്ച് കനത്തിലുമുള്ള ചെറിയ ചെറിയ തടി കഷ്ണങ്ങൾ ഞാൻ കെർവ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആക്കി ഉണ്ടാക്കി. അങ്ങനെ കെർവ് ഷേപ്പാക്കി ഉണ്ടാക്കിയ ആ തേക്കിൻ്റെ പീസുകൾ, തേക്ക് തടിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. തേക്കിൻ്റെ പീസുകൾ എല്ലാം ഫെവിക്കോൾ ഉപയോഗിച്ച് ആ പ്ലൈവുഡിൽ ഞാൻ ഒട്ടിച്ചു വെച്ചു. പിറ്റേ ദിവസമാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ദിവസം ഇരിക്കണം, 24 മണിക്കൂറാണ് ഈ ഫെവിക്കോളിൻ്റെ സെറ്റിംഗ് കപ്പാസിറ്റി, സെറ്റിംഗ് പവർ എന്ന് പറയുന്നത്. ഒട്ടിച്ചിരിക്കുന്നത് പല പല ഷേപ്പിലായിട്ടാണ്. ഒന്ന് നേരെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മറ്റേത് ചെരിച്ച് വെക്കും. അങ്ങനത്തെ ഒരു പ്രത്യേക ഷേപ്പ് വരുമ്പോഴത്തേക്ക്, പോളിഷ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനൊരു നല്ല ഗ്രെയിൻസ് മാറി മാറി വരുമ്പോൾ നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ പ്ലൈവുഡുകൾ മുഴുവൻ ഒട്ടിച്ച് ഏതാണ്ട് 24 ഇഞ്ച് വട്ടം വരുന്ന രീതിയിലുള്ള പ്ലൈവുഡാണ് ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്.
എല്ലാം ഒട്ടിച്ച് ഷേപ്പായി കഴിഞ്ഞപ്പോൾ 24 ഇഞ്ച് റൗണ്ട് വരച്ച് അത് കട്ട് ചെയ്ത് ഷേപ്പാക്കി. അതിൻ്റെ അടിഭാഗത്തായിട്ട് അതിന് മുന്നേ തന്നെ ഒരു ഫ്രെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പ്ലൈവുഡ് മാത്രമായിട്ട് ഇത് നിൽക്കത്തില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പടി പോലെ അതിൻ്റെ അടിയിൽ ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പ്ലൈവുഡ് വെച്ചത്. എങ്കിൽ അതിന് ആ കാല് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബലം കിട്ടത്തുള്ളൂ. ടോപ്പ് റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാല് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ടീപ്പോ റെഡിയായി. അങ്ങനെ അത് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള ടീപ്പോകൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും എൻ്റെ സഹായമോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഹോബിയാണ് ഇതുപോലുള്ള വീടുകൾ ഉണ്ടാക്കുന്നത്. മകളത് ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടിയുള്ള ബേസ് ബോർഡുകൾ വെട്ടി നല്ല ഭംഗിയാക്കി വെട്ടി വീട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന് ജനലും അതിൻ്റെ വാതിലുകളും അതിന് നല്ല കളർഫുള്ളായി കളറും അടിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് സമയം കിട്ടിയാൽ, കുറച്ച് ഒഴിവ് സമയം കിട്ടിയാൽ ഇതാണ് ആളുടെ പണി. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് ഇനിയും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. നല്ല ഭംഗിയുള്ള വീടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻറ്റീരിയർ സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.